നെക്സ്റ്റ് നമുക്ക് അടുത്തത് ബെർണോൾസ് ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് പഠിക്കാനുള്ളത് പിറ്റോ ട്യൂബാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച വെഞ്ചുറി മീറ്റർ ആയിക്കോട്ടെ ഓറിഫൈസ് മീറ്റർ ആയിക്കോട്ടെ നമുക്ക് എന്താണ് റേറ്റ് ഓഫ് ഫ്ലോ മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്തിരുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിങ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ. ഒരു പൈപ്പിൽ കൂടിയുള്ള വെലോസിറ്റി ഓഫ് ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പിറ്റോ ട്യൂബ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾ ഇതിൻ്റെ ബാക്കിയുള്ളതിൻ്റെ ബേസ് ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. പിറ്റോ ട്യൂബ് എന്ന് പറയുമ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുകയാണ്, അതായത് ഇറ്റ് ഈസ് ബേസ്ഡ് പ്രിൻസിപ്പിൾ ദാറ്റ് വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റിലെ വെലോസിറ്റി ഓഫ് ഫ്ലോ 0 ആകുമ്പോൾ അവിടെ എന്താണ് പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണ്. എന്ത് കാരണം? ഡ്യൂ ടു ദ കൺവേർഷൻ ഓഫ് വെലോസിറ്റി 0 ആവുക. വെലോസിറ്റി എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി. വെലോസിറ്റി 0 ആവുകയെന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി 0 ആവുക. അപ്പോൾ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറുകയാണ്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? എനർജി പ്രഷർ ഇൻക്രീസ് ചെയ്യും. അതായത് ഒരു പോയിന്റിലെ വെലോസിറ്റി 0 ആകുമ്പോൾ അവിടുത്തെ പ്രഷർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും ഡ്യൂ ടു ദ കൺവേർഷൻ ഓഫ് കൈനറ്റിക് എനർജി ഇൻറ്റു പൊട്ടൻഷ്യൽ എനർജി ഓർ പ്രഷർ എനർജി. അപ്പോൾ അവിടെ എന്താണ്? പ്രഷർ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഇനി സിംപ്ലസ്റ്റ് ഫോം, ഈ പിറ്റോ ട്യൂബിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ട്യൂബാണ്. ഇതുപോലെ 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ പിറ്റോ ട്യൂബ്. ഇതൊരു ചാനലാണ് അല്ലെങ്കിൽ ഒരു പൈപ്പ്. അതിൻ്റെ ഉള്ളിൽ പിറ്റോ ട്യൂബ് എന്ന് വെച്ചാൽ ഇതാണ് ഒരു ഗ്ലാസ് ട്യൂബാണ്. 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ലോവർ എൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? ഈസ് ഡയറക്റ്റഡ് ഇൻ ദ അപ്സ്ട്രീം ഡയറക്ഷൻ. അപ്സ്ട്രീം ഡയറക്ഷനിലേക്ക് നമ്മൾ ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ മുകളിലത്തെ ഭാഗം പുറത്തേക്ക് തള്ളിയിരിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു പിറ്റോ ട്യൂബിൽ റൈസ് ചെയ്യുന്ന ആ ഒരു എത്ര ഹൈറ്റ് ഓഫ് ഫ്ലൂയിഡാണ് റൈസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് നമുക്ക് അവിടുത്തെ പ്രഷർ എനർജി തരുന്നത്. ലിക്വിഡ് റൈസസ് ഇപ്പോൾ ഇൻ ദ ട്യൂബ് ഡ്യൂ ടു ദ കൺവേർഷൻ ഓഫ് കൈനറ്റിക് എനർജി ഇൻ ടു പ്രഷർ എനർജി. ഈ ലിക്വിഡ് റൈസ് ചെയ്യാൻ കാരണം എന്താണ്? ഇവിടുത്തെ കൈനറ്റിക് എനർജി പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, വെലോസിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഒരു ഹൈറ്റ് ഡിഫറൻസ്, അവിടെ റൈസ് ചെയ്യുന്ന ഹൈറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെലോസിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പിറ്റോ ട്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ചാനൽ അല്ലെങ്കിൽ പൈപ്പിലെ ഒരു പോയിന്റിലെ വെലോസിറ്റി ഓഫ് ഫ്ലോ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് പിറ്റോ ട്യൂബ്. പിന്നെന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിലെ വെലോസിറ്റി 0 ആകുമ്പോൾ അവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്യും ഡ്യൂ ടു കൺവേർഷൻ ഓഫ് കൈനറ്റിക് എനർജി ഇൻറ്റു പ്രഷർ എനർജി. ഇനി ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ട്യൂബാണ് 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്താണ്? ഒരു റൈസ് ഉണ്ടാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇനി വെലോസിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന ഈ ഹൈറ്റ് റൈസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ വെലോസിറ്റി മെഷർ ചെയ്യുക. ഓക്കെ, ഇനി 1ഉം 2 എന്ന് പറഞ്ഞൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യാം. 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായ ഇൻലെറ്റ്, പിറ്റോ ട്യൂബിൻ്റെ ഇൻലെറ്റിലെ പോയിൻ്റാണ് 2 എന്ന് പറയുന്നത്. 1 എന്ന് പറഞ്ഞാൽ ഇൻലെറ്റിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള പോയിൻ്റാണ് 1. ഓക്കെ, 2 എന്ന് പറയുന്നത് ഇൻലെറ്റിലുള്ള പോയിൻ്റാണ് 2. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻലെറ്റിൽ നിന്ന് കുറേ ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള പോയിൻ്റാണ് 1. അപ്പോൾ ഓരോ സ്ഥലത്ത് ഇവിടുത്തെ പ്രഷർ P1 ആണ്, വെലോസിറ്റി V1 ആണ്. ഇവിടുത്തെ പ്രഷർ P2 ആണ്, വെലോസിറ്റി V2 ആണ്. ഓക്കെ, ക്യാപിറ്റൽ H എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂബ് ഈ സർഫസിൽ നിന്ന് ട്യൂബിലേക്കുള്ള ഡെപ്താണ് ക്യാപിറ്റൽ H എന്ന് പറയുന്നത്. സ്മോൾ h എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിറ്റോ ട്യൂബിൽ റൈസ് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡിൻ്റെ ഹൈറ്റാണ്. ഓക്കെ, ക്യാപിറ്റൽ H എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂബ് എത്രമാത്രം ഡെപ്തിലാണ് ഇരിക്കുന്നത്. സ്മോൾ h എന്ന് വെച്ചാൽ എന്താണ്? ഈ പൈപ്പിൽ നിന്നും ഇതിൻ്റെ ഫ്രീ സർഫസിലേക്കുള്ള ഹൈറ്റാണ് സ്മോൾ h എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. P1/ρg + V1² / 2g + Z1 = P2/ρg + V2² / 2g + Z2. ഓക്കെ, ഇതിലെന്താണ്? Z1 Z2 എന്ന് വെച്ചാൽ ഇവിടുത്തെ ഡാറ്റം ഹെഡാണ്, സെയിം പോയിൻ്റാണ്. Z1 Z2 സെയിം ആണ്. അപ്പോൾ എന്തോരും ഇത് രണ്ടും ക്യാൻസലായിപ്പോവും. Z1ഉം Z2ഉം ക്യാൻസലായിപ്പോവും. പിന്നെ ബാക്കിയുള്ളത് എന്താണ് വരുന്നത്? P1/ρg + V1² / 2g = P2/ρg + V2² / 2g. ഇവിടെ P1/ρg എന്ന് വെച്ചാൽ ക്യാപിറ്റൽ Hഉം P2/ρg എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ H + സ്മോൾ h. ഈ ഒരു പോയിന്റിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് സൈഡാണ്. അപ്പോൾ ഈ H മാത്രം കൂട്ടിയാൽ മതി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പിൻ്റെ ഇൻലെറ്റ്, ഈ ട്യൂബിൻ്റെ ഇൻലെറ്റാണ്. അപ്പോൾ എന്താണ്? ഈ H + ഈ സ്മോൾ h കൂട്ടണം. അപ്പോൾ P1/ρg എന്ന് വെച്ചാൽ ക്യാപിറ്റൽ H, P2/ρg എന്ന് വെച്ച് കഴിഞ്ഞാൽ H + ക്യാപിറ്റൽ H ആണ്. ഓക്കെ, ഇനി എന്താണ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. P1/ρgക്ക് പകരം ക്യാപിറ്റൽ H കൊടുക്കുക പ്ലസ് V1² / 2g = V2 എന്താണ്? 0 ആയി പോവാണ്. കാരണം നമ്മൾ പിറ്റോ ട്യൂബിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പോയിന്റിൽ 0, അതായത് ഇൻലെറ്റിൻ്റെ അവിടുത്തെ വെലോസിറ്റി 0 നമ്മൾ പറഞ്ഞില്ലേ. വെലോസിറ്റി 0 ആകുമ്പോൾ കൈനറ്റിക് എനർജി ഇസ് കൺവേർട്ടഡ് ഇൻറ്റു പ്രഷർ എനർജി. അപ്പോൾ പിറ്റോ ട്യൂബിലുള്ള പോയിന്റിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. അത് ഈ 2 എന്നുള്ള പോയിൻ്റാണ്. അപ്പോൾ V2 എന്ന് പറയുന്നത് 0. അപ്പോൾ ഈ ടേം 0 ആയിപ്പോയി. പിന്നെ ബാക്കി എന്താ ഉള്ളത്? H + V1² / 2g = P2/ρgക്ക് പകരം H + ക്യാപിറ്റൽ H. ഓക്കെ, അതായത് നോക്കി H + V1² / 2g = H + ക്യാപിറ്റൽ H. ഓക്കെ, അപ്പോൾ H + V1² / 2g - ക്യാപിറ്റൽ H = സ്മോൾ h. രണ്ടും ക്യാൻസലായിപ്പോയി.
അപ്പോൾ എന്താ h is equal to v1 square by 2g എന്ന് കിട്ടും. നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ v1 is equal to root of 2gh എന്ന് കിട്ടും. v1 is equal to root of 2gh. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, തിയറട്ടിക്കൽ വെലോസിറ്റിയാണ്. അപ്പോൾ ആക്ച്വൽ വെലോസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും കോഎഫിഷ്യൻ്റ് ഓഫ് പിറ്റോ ട്യൂബ്. നമ്മൾ നേരത്തെ സി ഡി എന്ന് പറഞ്ഞാൽ, അതായത് ഒറിഫൈസ് മീറ്ററിൻ്റെ സി ഡി എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്തതുപോലെ പിറ്റോ ട്യൂബിന് നമ്മൾ എന്ത് ചെയ്യും, സി വി എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യും. അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് പിറ്റോ ട്യൂബ്. അപ്പോൾ ആക്ച്വൽ വെലോസിറ്റി എന്ന് പറയുന്നത് സി വി ഇൻറ്റു റൂട്ട് ഓഫ് 2gh ആണ്. ഇനി പിറ്റോ ട്യൂബ് തന്നെ നമുക്ക് 4 രീതിയിലുണ്ട്. ഫസ്റ്റ് വൺ നോക്കി, പിറ്റോ ട്യൂബ് ഒരു പീസോമീറ്റർ. ഓക്കെ, പിറ്റോ ട്യൂബ് എലോങ് വിത്ത് പീസോമീറ്റർ, കണക്ഷനൊന്നുമില്ല. പിറ്റോ ട്യൂബ് അതിൻ്റെ ഒപ്പം ഒരു പീസോമീറ്ററും കൂടി കണക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത് നോക്കിയേ, പിറ്റോ ട്യൂബും പീസോമീറ്ററും കൂടി കണക്റ്റഡ് ആണ്. ഓക്കെ, ഇതിൽ പിറ്റോ ട്യൂബും പീസോമീറ്റർ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നത്. ഇത് എലോങ് വിത്ത് പീസോമീറ്റർ ആണ്. ഇവിടെ എന്ന് വെച്ചാൽ പിറ്റോ ട്യൂബും പീസോമീറ്ററും കൂടി കണക്റ്റഡ്. പീസോമീറ്ററാണ് ഇത്, പിറ്റോ ട്യൂബാണ് ഇത്, രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റോ ട്യൂബും ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്ററും കൂടി കണക്റ്റഡ് ആണ്. ഓക്കെ, ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്ററും പിറ്റോ ട്യൂബും കൂടി കണക്റ്റഡ് ആയിട്ടാണ്. ആൻഡ് വെർട്ടിക്കൽ പീസോമീറ്റർ ഉണ്ട്, ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ ഉണ്ട്, ഒരു പിറ്റോ ട്യൂബുണ്ട്. അതാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതിൽ 2 പിറ്റോ ട്യൂബ്, ഇത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ട്യൂബാണ്. വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 സർക്കുലർ കോൺസെൻട്രിക് ട്യൂബ്സ്. 2 സർക്കുലർ കോൺസെൻട്രിക് ട്യൂബ്സ് ഉണ്ട്. 1 ഇൻസൈഡ് അതർ വിത്ത് സം ആനുലാർ സ്പേസസ് ഇൻ ബിറ്റ്വീൻ. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ഈ സാധാ പിറ്റോ ട്യൂബ് തന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ളൂ. ഇത് സ്റ്റാറ്റിക് ആണെന്ന് ഓർത്താൽ മതി. ഇത് പിറ്റോ ട്യൂബ് അലോങ് വിത്ത് പീസോമീറ്റർ ട്യൂബ്, ഇത് പിറ്റോ ട്യൂബ് കണക്റ്റഡ് വിത്ത് പീസോമീറ്റർ. ഇവിടെ എന്തൊക്കെയോ ഒരു പീസോമീറ്റർ ഉണ്ട്, ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ ഉണ്ട്, പിന്നെ ഒരു പിറ്റോ ട്യൂബ് ഉണ്ട്. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ h കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ h ഇൻറ്റു എസ് ജി ഡിവൈഡ് ബൈ SO മൈനസ് 1 എന്ന് തന്നെയാണ്. ഓക്കെ, ലെവൽ ഡിഫറൻസ് മെർക്കുറി ഇതിൽ ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ വരുമ്പോൾ ഇങ്ങനത്തെയാണ് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അടുത്തത് പിറ്റോ ട്യൂബിൻ്റെ പ്രോബ്ലമാണ്. എ പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് പ്ലേസ്ഡ് ഇൻ ദ സെൻറ്റർ ഓഫ് എ 300 mm പൈപ്പ് ലൈൻ, അതായത് D ആണ് 300 mm, ഹാസ് 1 orifice pointing upstream and other perpendicular to it. The mean velocity of the pipe is 0.80 of the central velocity. അപ്പോൾ നമ്മുടെ വെലോസിറ്റിയുടെ 0.8 ടൈംസ് ആണ് മീൻ വെലോസിറ്റി. അപ്പോൾ മീൻ വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.80 ഇൻറ്റു സെൻട്രൽ വെലോസിറ്റി. Find the distance of the pipe if the pressure difference between the 2 orifices is 60 mm of water. പ്രഷർ ഡിഫറൻസ് വെച്ചാൽ h ആണ്. ഓക്കെ, ഹൈറ്റ് ഡിഫറൻസ് ആണ് h എന്ന് പറയുന്നത്. പ്രഷർ ഡിഫറൻസ് ആയതുകൊണ്ട് h ആണ് 60 mm ഓഫ് വാട്ടർ, അല്ലെങ്കിൽ അത്രയും മീറ്റേഴ്സ് ഓഫ് വാട്ടർ എന്ന് കിട്ടും. സി വിയുടെ വാല്യൂ 0.98. അപ്പോൾ നമ്മുടെ സെൻട്രൽ വെലോസിറ്റിയുടെ ഇക്വേഷനാണ്, സെൻട്രൽ വെലോസിറ്റിയാണ് ആക്ച്വൽ വെലോസിറ്റി. സി വി ഇൻറ്റു റൂട്ട് ഓഫ് 2gh ആണ്. സി വിയുടെ വാല്യൂ 0.98 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു g 9.81 ഇൻറ്റു 0.06. അപ്പോൾ അത്രയും മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടി. ഇനി അപ്പം മീൻ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക, 0.80 സെൻട്രൽ വെലോസിറ്റി ക്വസ്റ്റിനിൽ തന്നേക്കുന്നതുകൊണ്ടാണ് കേട്ടോ, എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ 0.80 സെൻട്രൽ വെലോസിറ്റി ചെയ്യാം. ഇനി ക്യൂ എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് വെലോസിറ്റി മീൻ വെലോസിറ്റി ഇൻറ്റു ഏരിയ ആണ് ഡിസ്ചാർജ്. ക്യൂ ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ക്യൂ ഇസ് ഈക്വൽ ടു AV ആണ്. ഇത് ഒരിക്കലും മറന്നു വരുത്. ക്യൂ ഇസ് ഈക്വൽ ടു AV, ഏരിയ ഇൻറ്റു മീൻ വെലോസിറ്റി. അപ്പോൾ π/4d², d തന്നിട്ടുണ്ട്, π/4d² ഇൻറ്റു V ബാർ ചെയ്യാം. അപ്പോൾ എന്താ നമുക്കിവിടെ തന്നേക്കുന്നത്, ഇവിടെ നമുക്ക് സെൻട്രൽ വെലോസിറ്റിയുടെ 0.8 ടൈംസ് ആണ് മീൻ വെലോസിറ്റി എന്ന് പറഞ്ഞേക്കുന്നത്. 0.8 ടൈംസ് ആണ് മീൻ വെലോസിറ്റി എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മീൻ വെലോസിറ്റി കണ്ടുപിടിക്കാൻ 0.80 ഇൻറ്റു സെൻട്രൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ CV റൂട്ട് ഓഫ് 2gh. ഓക്കെ, പിന്നെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനായിട്ട് ഏരിയ ഇൻറ്റു V ബാർ, ഏരിയ എന്ന് വെച്ചാൽ d തന്നിട്ടുണ്ട്, π/4d² ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Find the velocity of the flow of an oil through a pipe when the difference of mercury level in the differential U-tube manometer connected to 2 tappings of the pitot tube is 100 mm. കണ്ടോ, ഡിഫറൻസ് ഓഫ് മെർക്കുറി ലെവലാണ് h എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രഷർ ഡിഫറൻസ് ആണ് h, അതൊരിക്കലും മാറിപ്പോയത്. അപ്പോൾ h ആണ് 100 mm തന്നേക്കുന്നത്, 0.1 മീറ്റർ. കോഎഫിഷ്യൻ്റ് ഓഫ് പിറ്റോ ട്യൂബ് CV 0.98, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ 0.8 SO. അപ്പോൾ മറ്റേത് നമ്മുടെ മെർക്കുറിയാണ്, അതിൻ്റെ വാല്യൂ 13.6. അപ്പോൾ h കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, h ഇൻറ്റു SG ഡിവൈഡ് ബൈ SO മൈനസ് 1. എച്ചിൻ്റെ വാല്യൂ 0.1 ഇൻറ്റു 0.8 ഡിവൈഡ് ബൈ 13.6 ഡിവൈഡ് ബൈ 0.8 മൈനസ് 1. അപ്പോൾ 1.6 മീറ്റേഴ്സ് ഓഫ് ഓയിൽ. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ CV റൂട്ട് ഓഫ് 2gh. CV തന്നിട്ടുണ്ട്, h നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് ഓഫ് മെർക്കുറി h ആണ് തന്നേക്കുന്നത്. h തന്നേക്കണമെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. h തന്നേക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യണം, h കണ്ടുപിടിക്കണം. h ഇൻറ്റു SG ബൈ SO മൈനസ് 1 എന്ന് പറയുന്നത്. ഓക്കെ, മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി തരില്ല, ഓർത്ത് വെക്കണം, 13.6 ആണ്. അടുത്ത പ്രോബ്ലം. എ പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ വെലോസിറ്റി ഓഫ് വാട്ടർ ഇൻ എ പൈപ്പ്. ദ സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് ഇസ് 6 meter ആൻഡ് സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് ഇസ് 5 meter. കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ അസ്യൂമിങ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ട്യൂബ് ഈക്വൽ ടു 0.98.
ഓക്കെ, അപ്പോൾ സി വി ആണ് 0.88 തന്നേക്കുന്നത്. സ്റ്റാഗ്നേഷൻ പ്രഷർ ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മീറ്റർ എച്ച് എസ് എന്ന് എടുത്തു. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് എച്ച് ടി എന്ന് എടുത്തു 5 മീറ്റർ. അപ്പോൾ എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 6 - 5. അപ്പോൾ ഓരോന്നിനും വ്യത്യാസം ഉണ്ടാവും. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഹെഡ് തന്നിട്ടുണ്ട്, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ നമുക്ക് എച്ച് ആണ് തന്നേക്കുന്നത്, അതിൽ നിന്നും എച്ച് കണ്ടുപിടിക്കണമായിരുന്നു. ഇവിടെ നമുക്ക് 2 ഹെഡ് തന്നിട്ടുണ്ട്, രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് എച്ച് കിട്ടുക. പിന്നെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അത്രേ ഉള്ളൂ. അപ്പോൾ ഓരോ പ്രോബ്ലംസും ഡിഫറെൻ്റ് ആണ്. അടുത്തത്, എ സബ്മറൈൻ മൂവ്സ് ഹൊറിസോണ്ടലി ഇൻ സീ ആൻഡ് ഹാസ് ഇറ്റ്സ് ആക്സിസ് 15 meter below the surface of water. A pitot tube properly placed just in front of the submarine and along its axis connected to the 2 limbs of a U-tube containing mercury. Difference of mercury level is found to be 170 mm. അപ്പോൾ 170 mm ഡിഫറൻസ് ഓഫ് മെർക്കുറി എച്ച് ആണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ സബ്മറൈൻ നോയിങ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി 13.6 ആൻഡ് ദാറ്റ് ഓഫ് സീ വാട്ടർ ഇസ് 1.026. അപ്പോൾ എസ് ഒ ആണ് 1.026, എസ് ജി ആണ് 13.6. അപ്പോൾ എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത് എച്ച് ഇൻറ്റു എസ് ജി ഡിവൈഡ് ബൈ എസ് ഒ മൈനസ് 1. എച്ച് ആണ് തന്നിരിക്കുന്നത്, ബാക്കിയാണ് തന്നിട്ടുണ്ട്. എച്ച് കണ്ടുപിടിക്കാം. വി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √2gh. വളരെ സിമ്പിളാണ്. ഇത് വെറുതെ കുറേ നമ്മൾ കൺഫ്യൂഷനൊക്കെ തന്നിരിക്കണമെന്നേ ഉള്ളൂ. ബാക്കി നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയും മാത്രമേ ഉള്ളൂ. 170, 1.026, 13.6. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ക്ലിയർ അല്ലേ? മീറ്റർ പെർ സെക്കൻഡ് വരെ കണ്ടുപിടിച്ചാലും മതി കേട്ടോ, കിലോമീറ്റർ പെർ അവർ ആക്കണമെന്നൊന്നുമില്ല.